നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബംഗാൾ വിഭജനത്തെ എതിർക്കാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി ആലപിച്ച വന്ദേ മാതര ഗീതം ഇപ്പോഴെങ്ങനെയാണ് വിലക്കപ്പെട്ട കനിയായതെന്ന് വ്യക്തമാക്കാൻ വി.ഡി. സതീശൻ തയ്യാറാകണമെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. വന്ദേ മാതര സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ദീർഘകാലമായുള്ള പ്രശ്നങ്ങൾക്ക് ഒരേ വേദിയിൽ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ വോർക്കാടി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച പരാതി പരിഹാര അദാലത്ത് ജനസൗഹൃദ ഭരണത്തിന്റെ മാതൃകയായി. ഓണം വന്നെത്തി, നാടും നഗരവും ഓണാഘോഷ ലഹരിയിൽ. ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 26-ന് തിരുവോണനാളിൽ 38ാം കേരള സംസ്ഥാന പൂക്കള മത്സരം സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ചെണ്ടുമല്ലി കൃഷിയിൽ വിജയഗാഥ രചിച്ച് അജാനൂർ CDSലെ സൂര്യകാന്തി, തുളസി, JLG ഗ്രൂപ്പുകൾ. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നൽകിവരുന്ന ഓണക്കിറ്റ് വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ വി രമേശൻ ഓണക്കിറ്റ് വിതരണം ചെയ്തു. എഴുത്തുകാരി ബേബി കാർത്തികയുടെ നിഴലുകൾ നടന്ന വഴി പുസ്തക പ്രകാശനം നടന്നു. വാർത്തകൾ വിശദമായി. ബംഗാൾ വിഭജനത്തെ എതിർക്കാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി ആലപിച്ച വന്ദേ മാതര ഗീതം ഇപ്പോഴെങ്ങനെയാണ് വിലക്കപ്പെട്ട കനിയായതെന്ന് വ്യക്തമാക്കാൻ വി.ഡി. സതീശൻ തയ്യാറാകണമെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച വന്ദേ മാതര സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1947 ഭാരത വിഭജനത്തിനു മുൻപ് വന്ദേമാതരം ഗീതത്തെ വിഭജിച്ചതിനു സമാനമാണ് ഇപ്പോഴത്തെ നീക്കമെന്നും ഭാരത പാർലമെന്റ് പാസാക്കിയ നിയമത്തെ ഒരു സംസ്ഥാന സർക്കാർ ലംഘിക്കുന്നത് സമാനതകളില്ലാത്ത സംഭവമാണെന്നും ബംഗാൾ വിഭജനത്തെ എതിർക്കാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി ആലപിച്ച വന്ദേമാതര ഗീതം ഇപ്പോഴെങ്ങനെയാണ് വിലക്കപ്പെട്ട കനിയായതെന്ന് വ്യക്തമാക്കാൻ വി.ഡി. സതീശൻ തയ്യാറാകണമെന്നും പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. വികസന വിരുദ്ധതയും വിഭജന രാഷ്ട്രീയവുമാണ് ഇരു മുന്നണികളുടെയും മുഖമുദ്രയെന്നും ഭാരതത്തെ വിഭജിക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വീണ്ടും ഒരുമിക്കുകയാണെന്നും ഇതിനെതിരെ ദേശസ്നേഹികൾ പ്രതിഷേധിക്കണമെന്നും പി.കെ. കൃഷ്ണദാസ് വ്യക്തമാക്കി. വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ ദേശസ്നേഹികളായിട്ടുള്ള ബംഗാളിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഗംഗാ സ്നാനം നടത്തി പരസ്പരം രാഖി ബന്ധിച്ച് ദേശഭക്തി ഗാനമായ വന്ദേ മാതര ഗാനം ആവേശത്തോടുകൂടി ആലപിച്ചുകൊണ്ട് പൊതുരംഗത്തിറങ്ങി, പ്രക്ഷോഭവുമായി ഇറങ്ങി, മുഴുവൻ ജനങ്ങളും ഒന്നിച്ച്, ഹിന്ദുക്കളില്ല, മുസ്ലിങ്ങളില്ല, ജാതിയില്ല, മതമില്ല, മുഴുവൻ ഭാരതീയരാണ് എന്ന ഭാവത്തോടുകൂടി വന്ദേ മാതര ഗാനം ആലപിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ, ബംഗാൾ വിഭജനത്തിനെതിരെ പ്രിയമുള്ളവരെ അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. അപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത് ഞങ്ങളുടെ വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ തകർക്കുന്നത് ഈ വന്ദേ മാതര ഗാനം. ഈ വന്ദേ മാതര ഗാനത്തിന്റെ മാസ്മര ശക്തിയാണ് ഇന്ത്യയിലെ ജനങ്ങളെ ജാതിക്കും മതത്തിനും അതീതമായി ഒന്നിപ്പിക്കുന്നത്. വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയക്കാരായ ബ്രിട്ടീഷുകാരാണ് ആദ്യം ഈ വന്ദേ മാതര ഗാനം നിരോധിച്ചത്. ഇപ്പോഴ് അതേ വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ഉടമകളായ മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് അവരെല്ലാവരും ചേർന്ന് വീണ്ടും ഈ വന്ദേ മാതര ഗാനം നിരോധിച്ചിരിക്കുന്നു. അപ്പൊ ഇവരുടെ ഇതിന് പിന്നിൽ അജണ്ട എന്താ? വിഭജനത്തിന്റെ രാഷ്ട്രീയ, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയ. എന്നാൽ വന്ദേ മാതര ഗാനം ആലപിക്കണമെന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയം ഒന്നിപ്പിക്കുന്നതിന് രാഷ്ട്രീയമാണ്, ദേശസ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്, ദേശഭക്തിയുടെ രാഷ്ട്രീയമാണ്. പ്രിയമുള്ളവരെ, ബി.ജെ.പി. കർണാടക ലീഗൽ സെൽ അംഗം അഡ്വക്കേറ്റ് സഹന കുന്ദർ മുഖ്യപ്രഭാഷണം നടത്തി. ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് M.L. അശ്വിനി അധ്യക്ഷത വഹിച്ചു.
BJP സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി രവീന്ദ്രൻ, സവിത ടീച്ചർ, രാമപ്പ മഞ്ചേശ്വര, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PR സുനിൽ, മനുലാൽ മേലത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനങ്ങളുടെ ദീർഘകാലമായുള്ള പ്രശ്നങ്ങൾക്ക് ഒരേ വേദിയിൽ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ വോർക്കാടി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച പരാതി പരിഹാര അദാലത്ത് ജനസൗഹൃദ ഭരണത്തിന്റെ മാതൃകയായി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് UK സൈഫുള്ള തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വോർക്കാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ ബോർക്കള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കിയ അദാലത്തിൽ 80-ലധികം പരാതികളും നിവേദനങ്ങളുമാണ് പരിഗണിച്ചത്. സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സമയനഷ്ടവും പണച്ചെലവും ഒഴിവാക്കി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അദാലത്തിലൂടെ കഴിഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ ഹരിദാസ് KV, ഇന്റേണൽ വിജിലൻസ് ഓഫീസർ TT സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി ഐത്തപ്പ നായിക്ക് സ്വാഗതവും GE സന്ദേശ് നന്ദിയും പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. ഒപ്പമിരുന്നോണത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS മുഖ്യാതിഥിയായി. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. ഒപ്പമിരുന്നോണത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS മുഖ്യാതിഥിയായി. ജില്ലാ പോലീസ് മേധാവി P നിതിൻ രാജ് IASും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും നേതൃത്വം നൽകിയ ടീമുകൾ പങ്കെടുത്ത വടംവലി മത്സരവും അരങ്ങേറി. ജില്ലാ പോലീസ് ആസ്ഥാനത്തെ വിവിധ വിഭാഗങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരും ഓണാഘോഷത്തിൽ പങ്കാളികളായി. ക്രമസമാധാന പാലനത്തിന്റെ തിരക്കുകൾക്കിടയിലും പോലീസ് സംഘടിപ്പിച്ച ഒപ്പമിരുന്നോണം പങ്കാളിത്തം കൊണ്ടും നൃത്ത കലാപരിപാടികളുടെ മികവ് കൊണ്ടും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടന്നത്. തകർത്തോണം എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി പൂക്കള മത്സരം, വടംവലി, ഉറിയടി കൂടാതെ വിവിധ കലാപരിപാടികളും നടന്നു. ഓണാഘോഷ പരിപാടിയാണ് 3 ദിവസങ്ങളായിട്ട് നടക്കുന്നത്. അതിൽ വിവിധ കലാപരിപാടികൾ, കലാകായിക പരിപാടികൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൂക്കള മത്സരം, അതുപോലെ തന്നെ വടംവലി, ഉറിയടി മത്സരം. ഇത് യൂണിറ്റിയുടെ 30ാമത്തെ വർഷമാണ്. ഇന്ന് ലയൺസ് ക്ലബ്ബ് കാഞ്ഞങ്ങാട് വെച്ച് വിപുലമായ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു വരികയാണ്. 3 ദിവസത്തെ വിപുലമായ രീതിയിലാണ് ഞങ്ങൾ ഓണപരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കൂടുതൽ പുതുമകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരിക്കുന്നു. തുടർന്ന് ഓണസദ്യ ഒരുക്കി. പ്രിൻസിപ്പൽ കാവ്യ, അധ്യാപികമാർ, വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. നാടിന്റെ ശുചിത്വവും സൗന്ദര്യവും കാത്തുസൂക്ഷിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചും പ്രത്യേക ഓണസമ്മാനങ്ങൾ നൽകിയും നടത്തിയ ആഘോഷം ശ്രദ്ധേയമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്തു. മഴയും വെയിലും വകവയ്ക്കാതെ മംഗൽപാടി പഞ്ചായത്തിന്റെ ശുചിത്വ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനത്തെ ചടങ്ങിൽ പ്രത്യേകം അഭിനന്ദിച്ചു. പുതിയ ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ 50% താഴെയായിരുന്ന ഹരിതകർമ്മ സേനയുടെ പ്രവർത്തന പുരോഗതി ഭരണസമിതിയുടെയും ജനങ്ങളുടെയും പിന്തുണയും സേനാംഗങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും മൂലം 99.9% പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ഭാഗത്ത് സഹകരണം കുറവുണ്ടായിരുന്നു. നിരന്തരമായി കഴിഞ്ഞ 7 മാസക്കാലം ഹരിതകർമ്മ സേനയുടെ യോഗങ്ങൾ വിളിക്കുകയും പൊതുജനങ്ങളുമായി സംവാദം നടത്തുകയും വിദ്യാലയങ്ങളടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതുമായുള്ള കൃത്യമായ പ്രചരണ ബോധം നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം 99% ഈ പ്രവൃത്തി നമുക്ക് സാധിച്ചത്. മുഴുവനായി നമുക്ക് അടുത്ത മാസം മുതൽ 100% ആക്കുക എന്നതാണ് ലക്ഷ്യം. നിങ്ങളെ കൂടെ നിന്ന ഭരണസമിതിയുടെ കൂടെ നിന്ന ഹരിതകർമ്മ സേന പ്രവർത്തകർക്കുള്ള സമ്മാനമാണ്, നമുക്ക് പ്രസിഡന്റിന്റെ ഒരു ഗിഫ്റ്റാണ് ഇന്ന് ഈ ഓണാഘോഷ വേളയിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, എന്ത് ഭരണം നടത്തിയാലും സാമൂഹിക സേവനങ്ങൾ ചെയ്താലും മാലിന്യം ഒരു വലിയൊരു വിഷയമാണ്.
ആ മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരെ ചേർത്ത് നിർത്തുക എന്നതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഭരണസമിതി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയിൽ അവർക്കൊരു സർപ്രൈസ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. എന്നും അവരെ ചേർത്ത് നിർത്തുന്ന ഒരു ഭരണസമിതിയാണ് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിന്റെ. മംഗൽപാടിയുടെ ശുചിത്വ പ്രവർത്തനങ്ങളിൽ കൈവരിച്ച ഈ നേട്ടം മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. മംഗൽപാടി മേഖലയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച മുൻ SP TP രഞ്ജിത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. ആഘോഷങ്ങളിൽ എല്ലാവരും പങ്കുചേരുമ്പോഴും നാടിന്റെ ശുചിത്വത്തിനായി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ പിന്തുണയ്ക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ തരംതിരിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറണമെന്നും പഞ്ചായത്തിന്റെ ശുചിത്വ പ്രവർത്തനങ്ങളുമായി എല്ലാവരും സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു. പരിപാടിയിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോൾഡൻ അബ്ദുറഹ്മാൻ എല്ലാവർക്കും ഓണാശംസകളും നേർന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ വിവിധ കലാപരിപാടികളോടെ ഓണാഘോഷവും CM കിഡ്സ് സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ വിവിധ കലാപരിപാടികളോടെ ഓണാഘോഷവും CM കിഡ്സ് സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ നിങ്ങളുടെ മാഷി പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രയത്നമാണ്, അധ്യാപകരുടെ പ്രയത്നമാണ്, അതുപോലെ തന്നെ രക്ഷാകർത്താക്കളുടെ ഇടപെടലാണ്, PTA മെമ്പേഴ്സ് അതിനേക്കാൾ ഉപരി ഏറെ നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് CM കിഡ്സ് എന്ന സ്കോളർഷിപ്പിനകത്ത് LP വിഭാഗത്തിൽ 11 UP വിഭാഗത്തിൽ 3 കുട്ടികളും അർഹത നേടിയിട്ടുള്ളത്. പരിശ്രമിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഏതു തരത്തിലുള്ള വിജയവും കൈവരിക്കാൻ സാധിക്കും. ആ വിജയത്തിന് നിങ്ങൾ അർഹതപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സ്കൂൾ അടച്ച് വീട്ടിലേക്ക് പോയി ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവരും ഫോണിൽ കളിച്ചു അല്ലേ? ഫോണിൽ കളിക്കുക ഇല്ല അല്ലേ? പഴയകാല വിസ്മൃതികൾ, ഒരുപാട് കളികളുണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ. തൊടികൾ, ഒരുപാട് പൂക്കളുണ്ട്. അതൊക്കെ പറിച്ച് അന്യനാട്ടിൽ നിന്ന് വരുന്ന പൂക്കളെ ഒഴിവാക്കി നാടൻ പൂക്കളെ വെച്ച് ഓണം ആഘോഷിക്കണം. അതോടൊപ്പം കൂട്ടുകാരോടൊപ്പം നന്നായി പഴയ കളികൾ ഓർത്തെടുക്കണം. മുത്തശ്ശിമാരോടൊക്കെ കഥകൾ പറയാൻ വേണ്ടി പറയണം. PTA പ്രസിഡന്റ് വിനോദ് P അധ്യക്ഷത വഹിച്ചു. സുനിൽകുമാർ KV, പ്രകാശൻ P, അമൃത KV, ഉമാദേവി K എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ വിഷ്ണു നമ്പൂതിരി T സ്വാഗതവും ശോഭന N നന്ദിയും പറഞ്ഞു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും PTA അംഗങ്ങളുടെയും നേതൃത്വത്തിൽ വർണ്ണമനോഹരമായ പൂക്കളവും തീർത്തിരുന്നു. ഓണസദ്യയും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം.
അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വത്സേട്ടാ, കുടികൂടിയതിന്റെ നന്ദി പറയാൻ ദൈവത്തിന്റെ അടുത്ത് വന്നതാണല്ലേ? ദൈവത്തിനോടുള്ള നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരാളോട് കൂടി നന്ദി പറയാനുണ്ട്. ദേ വന്നല്ലോ. വീട് പണിയാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് കൃത്യസമയത്ത് കിട്ടിയതുകൊണ്ടാണ് എൻ്റെ വീട് പണി ഇത്രയും ഭംഗിയായും പെട്ടെന്നും തീർക്കാൻ പറ്റിയത്. ഇദ്ദേഹത്തോടും കൂടി നന്ദി പറയാൻ വേണ്ടിയാണ് ഭാര്യയും കൂട്ടി ഞാനിവിടെ വന്നത്. വിവിധതരം ഗുണമേന്മയുള്ള കമ്പനികളുടെ സിമെന്റ് DMP ട്രേഡേഴ്സ്, കൂട്ടച്ചേരി, കുന്നമ്മൽ, നിയർ ദീപ ഹോസ്പിറ്റൽ പാർക്കിംഗ് ഗ്രൗണ്ട്. വാർത്തകൾ തുടരുന്നു. ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 26 തിരുവോണനാളിൽ 38ാം കേരള സംസ്ഥാന പൂക്കള മത്സരം സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതിയുടെ 38ാമത് കേരള സംസ്ഥാന പൂക്കള മത്സരം ഓഗസ്റ്റ് 26 തിരുവോണനാളിൽ കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ ആശ്രമത്തിൽ വെച്ച് നടക്കും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് മത്സരം നടക്കുന്നത്. പൂക്കള മത്സരത്തിൽ ഒന്നാം സമ്മാനമായി 38,000 രൂപയും, രണ്ടാം സമ്മാനമായി 25,038 രൂപയും, മൂന്നാം സമ്മാനമായി 15,038 രൂപയും, നാലാം സമ്മാനമായി 10,038 രൂപയും നൽകും. ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതി തുടർച്ചയായ 38ാമത് വർഷമാണ് സംസ്ഥാനതല പൂക്കള മത്സരം സംഘടിപ്പിക്കുന്നത്. ഓരോ വർഷവും ജനങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനവും ഞങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വർഷം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ഈ വർഷവും വളരെ വിപുലമായ പരിപാടികളോടെ ഈ പൂക്കള മത്സരം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സമിതി പ്രവർത്തകരുള്ളത്. ഈ വർഷം എല്ലാ വർഷവും കൊടുക്കുന്നത് പോലെ തന്നെ കലഞ്ചിറ K. ബാലകൃഷ്ണൻ സ്മരണാർത്ഥം നൽകുന്ന സ്വർണ്ണക്കപ്പും, അതുപോലെ 38,000 രൂപ ക്യാഷ് അവാർഡും ഒന്നാം സ്ഥാനക്കാർക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം രണ്ടാം സ്ഥാനം നേടുന്ന ടീമിന് റോളിംഗ് ട്രോഫിക്ക് പുറമെ സ്ഥിരം ഷീൽഡും 25,038 രൂപ, തുടർന്ന് 15,038 രൂപ, 10,038 രൂപ എന്നിങ്ങനെ 2, 3, 4 സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് സമ്മാനമായി നൽകും. കൂടാതെ 5 മുതൽ 10 വരെ സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്ന ടീമിന് പ്രത്യേകമായി 5,000 രൂപ സമ്മാനവും ട്രോഫിയും നൽകും. ഇതിനു പുറമെ ഈ പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ടീമുകൾക്കും 2,500 രൂപ വെച്ച് ഞങ്ങൾ പ്രോത്സാഹന ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നുണ്ട്. കല്ലംചിറ K. ബാലകൃഷ്ണൻ സ്മരണാർത്ഥം എവർ റോളിംഗ് സ്വർണ്ണക്കപ്പ് നൽകും. പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും 2,500 രൂപ വീതം ക്യാഷ് പ്രൈസ് നൽകും. ഈ വർഷത്തെ സംസ്ഥാനതല പൂക്കള മത്സരത്തോടനുബന്ധിച്ച് വൈവിധ്യങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മംഗലാപുരം ടീമിന്റെ പുലിക്കളിയും മറ്റു വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ K. സുധീർ കുമാർ, V. ശ്രീരാമൻ, MV ജയദേവൻ, MV രതീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെണ്ടുമല്ലി കൃഷിയിൽ വിജയഗാഥ രചിച്ച് അജാനൂർ CDSലെ സൂര്യകാന്തി, തുളസി JLG ഗ്രൂപ്പുകൾ. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. ഓണക്കാലം എത്തിയതോടെ നാടൻ പൂക്കൾക്ക് എങ്ങും ആവശ്യക്കാർ ഏറെയാണ്. ഈ ആവശ്യകത ഏറെ അനുഗ്രഹമാവുകയാണ് കുടുംബശ്രീ പ്രവർത്തകർക്ക്. അജാനൂർ കുടുംബശ്രീ മോഡൽ CDSലെ സൂര്യകാന്തി, തുളസി JLG ഗ്രൂപ്പിലെ അംഗങ്ങൾ ചേർന്ന് രാവണേശ്വരം തെക്കേപ്പള്ളത്തെ പാടത്ത് വിരിയിച്ചത് വർണ്ണ വസന്തം തന്നെയാണ്.
പൂപ്പാടത്ത് മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി വിളഞ്ഞു നിൽക്കുന്നത് ഏവർക്കും നയനാനന്ദകരമായ കാഴ്ചയാണ് നൽകുന്നത്. അജാനൂർ CDS കൃഷിഭവൻ എന്നിവ നൽകിയ ചെണ്ടുമല്ലി തൈകൾ ഉപയോഗിച്ചാണ് ഇവർ വർണ്ണവസന്തം വിരിയിച്ചിരിക്കുന്നത്. സെന്റ് സ്ഥലത്ത് ചെയ്ത കൃഷിയിൽ നിന്നും 50 കിലോവിലധികം പൂക്കൾ ലഭിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. പൂക്കൾ വാങ്ങാനായി ആളുകൾ പൂപ്പാടത്ത് തന്നെ എത്തുന്നത് ഇവർക്ക് ആത്മവിശ്വാസം നൽകുന്നു. K. ജ്യോതി, P. പൂർണിമ, P. കമല, S. പൂർണിമ എന്നിവരടങ്ങുന്ന സൂര്യകാന്തി ജയിൽജിയും KV ഉഷ, C. സരസ്വതി, T. അഞ്ജു, NA. പ്രീതി, KV സ്മിഷ എന്നിവരടങ്ങുന്ന തുളസി ജയിൽജിയുമാണ് ചെണ്ടുമല്ലി കൃഷിയുടെ അമരക്കാരായി പ്രവർത്തിച്ചത്. പൂപ്പാടത്ത് നടന്ന വിളവെടുപ്പുത്സവം അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന നമ്മൾക്കാണ് മനസ്സിന് കുളിർമയേകുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള പൂക്കൃഷി നടത്തുകയും നല്ല വിളവെടുപ്പ് ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒന്ന്, കൃഷിയെ സ്നേഹിക്കുന്ന സൂര്യകാന്തിയുടെ കർഷകയും കൂടിയായിട്ടുള്ള ജ്യോതിയേച്ചി ഇതിനകത്ത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അവരോടൊപ്പം സൂര്യകാന്തി JLGയിലെ മുഴുവൻ അംഗങ്ങളും ചേർന്നിട്ടുള്ള ഒരു ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇന്ന് വിരിഞ്ഞു നിൽക്കുന്ന ഈ ചെണ്ടുമല്ലി പാടം കാണുമ്പോൾ ഏറെ സന്തോഷമാണ്. അത് നമ്മുടെ പഞ്ചായത്തിൽ ഈ ഇത്തരത്തിലുള്ള കുടുംബശ്രീ അംഗങ്ങൾ ചേർന്നുകൊണ്ട് ഇങ്ങനെ പലതരത്തിൽ പല പേരുകളിൽ JLGകൾ ഇതുപോലെ ചെണ്ടുമല്ലി കൃഷി നടത്തിയിട്ടുണ്ട്. അതൊക്കെ വിളവെടുത്തുകൊണ്ട് ഇപ്രാവശ്യം ഓണത്തെ വരവേൽക്കുന്നത് നമ്മുടെ പഞ്ചായത്തിനകത്തെ കുടുംബശ്രീ ചന്തകൾ ഉൾപ്പെടെ നമ്മുടെ ഈ ചെണ്ടുമല്ലി കൃഷിയാണ് നടത്തി വരുന്നത്. അത്തരത്തിലേക്ക് എല്ലാ ആളുകളും കൃഷിയിലേക്ക് ഇറങ്ങണം, ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. CDS ചെയർപേഴ്സൺ K. അശ്വിനി അധ്യക്ഷത വഹിച്ചു. അജാനൂർ കൃഷി ഓഫീസർ സന്തോഷ് ചാലിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. വൈസ് ചെയർപേഴ്സൺ K. സുമതി നന്ദിയർപ്പിച്ച് സംസാരിച്ചു. അഗ്രികൾച്ചറൽ CRP ശ്രുതി, ADS, CDS കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. അജാനൂർ പഞ്ചായത്തിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് ഓണപ്പൂക്കളം ഒരുക്കുന്നതിന് ആവശ്യമായ പൂക്കളും ഇവിടെ നിന്ന് തന്നെ വാങ്ങിയത് പൂക്കൃഷി JLGകളുടെ പ്രയത്നങ്ങൾക്ക് പ്രോത്സാഹനമായി മാറി. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നൽകി വരുന്ന ഓണക്കിറ്റ് വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഓണക്കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ് ഫോർ ഓണം 2026ന്റെ ഭാഗമായി ഓണക്കിറ്റ് വിതരണവും ഓണക്കോടി വിതരണവും നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വികസന പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മോദിക്ക, പ്രിയപ്പെട്ടവരെ, പ്രസ് ക്ലബിലെ ഓണാഘോഷമാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഓണമുണ്ട്. നമ്മുടെ ദേശീയോത്സവം മലയാളക്കരയാകെ പൂക്കളാൽ മറ്റാഘോഷ പരിപാടികളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ നിലയിൽ ഇപ്രാവശ്യത്തെ ഓണവും നമ്മളെല്ലാവരും സന്തോഷപൂർവ്വം ആഘോഷിക്കുകയാണ്. ഞാൻ കുറെ കൂടി വിപുലപ്പെടുത്താനാണ് കുറെ ആലോചിച്ചത്. അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസം കാഞ്ഞങ്ങാടിന്റെ ഓണമായി ആഘോഷിക്കണം എന്നൊക്കെ മനസ്സിൽ കൊണ്ട് നടന്ന ഒരാളാണ്. പക്ഷെ അതിന് നിർഭാഗ്യവശാൽ എനിക്ക് ചില തടസ്സങ്ങളുണ്ടായി. അത് 3 ദിവസമായി ചുരുക്കേണ്ടി വന്നു. പല പല കാരണങ്ങളുണ്ടായി. കാരണം എല്ലാവരും ഒരേപോലെ ചിന്തിച്ചാലല്ലേ ഒരു ഉത്സവമായി മാറും. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ് വിതരണം നിർവഹിച്ചു. നാട് നഗരവും ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മേഖലകളിലും ഓണത്തിന്റെ ആഘോഷം വളരെ പൊടിപൊടിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഇങ്ങനെയുള്ളൊരു പരിപാടി എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട്.
അതിന്റെ ഭാഗമാകാൻ വ്യാപാരികൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമാണ്. കാരണം ഇപ്രാവശ്യം മുമ്പൊക്കെ നമ്മൾ പുറത്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കിറ്റുകളും മറ്റൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തെ ആൾക്കാർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മെമ്പർമാർക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ കോവിഡിന് ശേഷം ഞങ്ങളുടെ വ്യാപാരിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സാധാരണ ഒരു ഷോപ്പിൽ പോകാത്ത സ്ഥാപനങ്ങൾ പോലും കാഞ്ഞങ്ങാട് പട്ടണത്തിലുണ്ട്. കാരണം കാഞ്ഞങ്ങാടിന്റെ മൊത്തത്തിലൊരു അവസ്ഥയുണ്ട്. അത് ചെയർമാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മറ്റ് വ്യാപാര മേഖലയിൽ പ്രതിസന്ധിയുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, ഞാൻ പ്രസിഡന്റിന് ശേഷം ഇത് 3ാമത്തെ വർഷമാണ്, നമ്മുടെ മെമ്പർമാർക്ക് എന്തായാലും കൊടുത്തുകൂടി എന്നുള്ള ചിന്ത മനസ്സിലൊതുക്കുകയും ഏകദേശം 1300 രൂപ മുതലുള്ള സാധനമാണ് നമ്മൾ ഏകദേശം 10-13 ലക്ഷം രൂപയാണ് നമുക്ക് 1000 മെമ്പർമാർക്ക് കൊടുക്കുന്ന പ്രോജക്റ്റ്. സാമൂഹിക പ്രവർത്തകൻ സുറൂർ മൊയ്തു ഹാജി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു കുടുംബ സൗഹൃദ അന്തരീക്ഷം മാത്രവുമല്ല, കാഞ്ഞങ്ങാടിന്റെ ഒരു പൊന്നോണം, എല്ലാ ദിവസവും കാഞ്ഞങ്ങാട് പൊന്നോണം ഉള്ളതുപോലെയാണ്. നമുക്കിപ്പോ പ്രിയപ്പെട്ട ചെയർമാൻ പറഞ്ഞതുപോലെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് നിങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് പറയണം, എങ്ങനെ സന്തോഷം പകരണം, കെട്ടിപ്പുണരണമോ അതോ സ്നേഹം പങ്കുവെച്ച് ഒരു കുടുംബ സന്ദേശം ഉണ്ടാക്കുന്നത് പോലെ സമ്പർദ്ദമായ വളരെ സമൃദ്ധമായ ഒരു സ്നേഹം നമുക്ക് പൂത്തുലഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമ്മൾ പൊതുവെ കാഞ്ഞങ്ങാട്ടെ മാധ്യമ സുഹൃത്തുക്കളോട് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഇങ്ങനെ ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി നമ്മൾ ഇരിക്കുന്നതിന് പകരം നമ്മൾ എവിടെ കണ്ടാലും കാഞ്ഞങ്ങാടിന്റെ ഇപ്പൊ ഇവർ രണ്ടുപേരും കാഞ്ഞങ്ങാടിന്റെ 2 എഞ്ചിനുകൾ നമ്മളോട് പങ്കുവെച്ചതുപോലെ എവിടെ കണ്ടാലും നമുക്ക് തീവണ്ടി നിൽക്കുന്നില്ല, ബസ് സ്റ്റാൻഡിൽ സൗകര്യം പോരാ, പാർക്കിംഗ് സൗകര്യമില്ല, ഓട്ടോറിക്ഷക്കാർ കൈയടക്കിയിരിക്കുന്നു. ഈ ഒരു നമ്മൾ പരസ്പരം നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരുപാട് പരിദേവനങ്ങൾ. പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതം പറഞ്ഞു. മാധ്യമപ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. എഴുത്തുകാരി ബേബി കാർത്തികയുടെ നിഴലുകൾ നടന്ന വഴി പുസ്തക പ്രകാശനം നടന്നു. വട്ടത്തൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ വെച്ചായിരുന്നു പ്രകാശന ചടങ്ങ് നടന്നത്. എഴുത്തുകാരി ബേബി കാർത്തികയുടെ നിഴലുകൾ നടന്ന വഴി എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം വട്ടത്തൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ വെച്ച് നടന്നു. പ്രമുഖ സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. വൈകാരികമായ ഭരണമായ കൽപ്പനകളെ ആഘോഷിക്കുന്നതിന്റെ കാൽപ്പനികമായ വസ്ത്രകുണ്ടകളുടെ നിയസങ്ങളുടെ ആഘോഷമായ എഴുത്തിനെ പ്രഘോഷിക്കുന്ന ഒരുപാട് പേര് വരുന്നുണ്ട്. വായിക്കുന്നവർക്കറിയാം ഈ പുസ്തകം വളരെ വ്യത്യസ്തമായ പുസ്തകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ നടൻ കുഞ്ഞിരാജ് വിടക്കുന്നത് അക്ഷരങ്ങളിലൂടെ ഒരു ശക്തി കൊണ്ടു. ആദ്യ പതിപ്പ് സ്കൂൾ പ്രിൻസിപ്പൽ നിഷ വർഗീസ് ഏറ്റുവാങ്ങി. സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. 9 ദിവസം അടിപൊളിയാക്കണേ. എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് നിങ്ങൾ ഒരുപാട് കളിയും പാട്ടും ഡാൻസും എല്ലാം ഉണ്ട്. അപ്പൊ ഇന്നത്തെ സ്കൂളിൽ കൊണ്ടൊക്കെ ഓണോത്സവമുണ്ട്, 10 ദിവസം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ ടീമോട് ഉത്താണ് ആഘോഷം എല്ലാം ജോറാണ് അല്ലേ? നിങ്ങൾ ഒരുപാട് പരിപാടികളുണ്ട് അല്ലേ? പിന്നെ നല്ല കുണ്ടലോട്ട് നല്ല കുപ്പായം എല്ലാം ജോറ് നിങ്ങളെ കാണാൻ ഭയങ്കര സുന്ദരി സുന്ദരന്മാർ കേട്ടാ. ജോറിട്ടെ എനിക്ക് ഇഷ്ടായി. സ്കൂൾ ഭയങ്കര ഇഷ്ടായി. നല്ല രസമുണ്ട്. അപ്പൊ അത് ഭയങ്കര അത്യാവശ്യം രസമുണ്ട് കേട്ടോ. നമ്മളോട് കാണാം. അടിപൊളിയാണ്. ടീച്ചർമാർക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഭയങ്കര ത്രികോണൊന്നും വിടാൻ പോലെ അതിന്റെ ഒരുക്കങ്ങള് ഒരുപാട് പരിപാടികള്. അതിന്റെ അടിയിലാണ് നിങ്ങളുടെ ടീച്ചറെ ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തല്ലേ? സ്കൂൾ മാനേജർ ബ്രദർ ജിനീഷ് കെ മാത്യു പള്ളിക്കര, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ടി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി.
തുടർന്ന് നടന്ന ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം ശോഭന ടി നിർവഹിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സാഹിത്യപ്രേമികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. എഴുത്തുകാരി ബേബി കാർത്തികയുടെ പുതിയ കഥാസമാഹാരത്തിന് ചടങ്ങിൽ ആശംസ നേർന്ന് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രവാസി പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് വിതരണം ചെയ്യണമെന്നാവശ്യം. കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രവാസി പെൻഷൻ കുടിശ്ശിക ഓണത്തിനു മുമ്പ് വിതരണം ചെയ്യുക, ഉത്സവകാലങ്ങളിലെ വിമാനക്കൊള്ള അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കോട്ടച്ചേരി ട്രാഫിക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഴയ കൈലാസ് തിയേറ്ററിന് സമീപത്ത് അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കേരള പ്രവാസി സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള നിയമസഭയിലേക്ക് ആയിരക്കണക്കിന് പ്രവാസികളെ അണിനിരത്തിക്കൊണ്ട് നമ്മൾ വമ്പിച്ച പ്രക്ഷോഭം നടത്തുകയുണ്ടായി. 2026 ജൂലൈയിൽ വീണ്ടും നമ്മൾ സമരരംഗത്ത് ഇറങ്ങുകയായി. 3 മാസം നമ്മുടെ പെൻഷൻ കുടിശ്ശിക ബാക്കി വന്നപ്പോൾ കേരളത്തിലെ 3 പ്രവാസി ക്ഷേമനിധി ഓഫീസിലേക്ക് ആസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലും അതുപോലെ തന്നെ കോഴിക്കോടും ആയിരക്കണക്കിന് പ്രവാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ട് പ്രതിഷേധ സമരം നമ്മൾ നടത്തി. നമ്മുടെ അന്നത്തെ സമരത്തിൻ്റെ ഫലമായിട്ട് പ്രവാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് 1 മാസത്തെ പെൻഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു. പ്രവാസികളുടെ പെൻഷൻ അക്കൗണ്ടിലേക്ക് വന്നു. എങ്ങനെയാണ് വന്നത്, എങ്ങനെ കാശ് കിട്ടിയെന്ന് പരിശോധിക്കണം. പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ബജറ്റ് തുക മാറ്റി വെക്കാതെ, പ്രവാസികളുടെ ക്ഷേമനിധികൾക്ക് ഒരു പൈസ മാറ്റി വെക്കാതെ എങ്ങനെയാണിപ്പോൾ ഈ തുക കൊടുക്കാൻ സാധിക്കും? അത് ഈ പ്രവാസികളുടെ അംശാദായം എടുത്തുകൊണ്ട്, പ്രവാസികളുടെ ക്ഷേമ പെൻഷൻ്റെ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട്, പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ വേതനവും അതുപോലെ തന്നെ 1 മാസത്തെ പെൻഷനും കൊടുക്കാനുണ്ടായത്. അതിനുശേഷം 4 എന്നിവരായിട്ട് 3 മാസക്കാലം നമ്മുടെ പെൻഷൻ മുന്നിരിക്കുകയാണ്. പ്രവാസികളുടെ പെൻഷൻ ഏറ്റവും വേഗത്തിൽ ഈ ഓണത്തിന് മുമ്പ് കൊടുത്തു തീർക്കണമെന്നുള്ള ഒന്നാമത്തെ അടിയന്തരപ്രധാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരത്തിൽ അറിയിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ഒ നാരായണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൾ റഹിമാൻ മടിക്കെ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി വിജയൻ കയ്യൂർ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി എടമുണ്ട നന്ദിയും പറഞ്ഞു. സുരേന്ദ്രൻ കെ വി, രാഘവൻ വി വി, പ്രമീള ഉദുമ, തങ്കമണി കാഞ്ഞങ്ങാട്, വാസു മൊട്ടംചിറ, യൂനസ് തൃക്കരിപ്പൂർ, സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചുകൊണ്ട് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന നഗര ശുചിത്വ അഭിയാന് തുടക്കമായി. കൊടുത്ത വാക്കിനെതിരായി പ്രവർത്തിക്കില്ല, ദോഷകരമായതൊന്നും ചിന്തിക്കുകയുമില്ല എന്ന ദൃഢപ്രഖ്യാപനത്തോടെ 2ാം വാർഡിലെ കുഞ്ചത്തൂരിലാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത്. പഞ്ചായത്തിനെ സമ്പൂർണ്ണ പച്ചപ്പുള്ളതും ശുചിത്വമുള്ളതുമാക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ കനിലയുടെ നേതൃത്വത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമായി കുഞ്ചത്തൂർ ജംഗ്ഷനിൽ അപകട ഭീഷണി ഉയർത്തി നിന്ന വൈദ്യുതി പോസ്റ്റ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. ഗ്രാമത്തിലെ റോഡുകൾ, പൊതുസ്ഥലങ്ങൾ, ചന്തകൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കൂടാതെ വീടുകളിൽ നേരിട്ടെത്തി ഉണങ്ങിയതും പച്ചയായതുമായ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി തരംതിരിച്ച് ശേഖരിക്കുന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നടന്നുവരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് UH അബ്ദുൾ റഹ്മാൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഇല്യാസ് തുമിനാട്, ഹസീന, യൂത്ത് ലീഗ് നേതാക്കളായ നൌഷീൽ, അബൂബക്കർ എന്നിവർക്ക് പുറമെ പഞ്ചായത്ത് ജീവനക്കാരും പ്രദേശവാസികളായ സ്ത്രീകളും യുവാക്കളും മുതിർന്ന പൗരന്മാരും ശുചിത്വ മുന്നേറ്റത്തിൽ സജീവമായി പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangaadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം.
ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും, സാരികൾക്കായി വൻ ഓഫറുകൾ, ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ, കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ, സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ, കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരിട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. ഒരു കർഷകന്റെ സംരംഭം. ഈ ഓണം നിക്ഷനോളം. കണ്ടതിലും കേട്ടതിലും കൂടുതൽ ഓഫറുകളും ആകർഷകമായ ആനുകൂല്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് 4 ഹുണ്ടായി എക്സ്റ്റർ കാറുകൾ, 2 അൾട്രാ വയലറ്റ് X47 ബൈക്കുകൾ, 4 ഏതർ റിസ്റ്റ സ്കൂട്ടറുകൾ. ഇതുമാത്രമല്ല, നിരവധി ഓഫറുകളും ആനുകൂല്യങ്ങളും. ഈ ഓണം നിക്ഷനോളം. ഇന്ന് തന്നെ അടുത്തുള്ള ഷോറൂം സന്ദർശിക്കൂ. വാർത്തകൾ തുടരുന്നു. പെരിയാർ ശ്രീശൈലം ദേവി ക്ഷേത്രത്തിൽ ജൂലൈ 15 ആരംഭിച്ച ആഷാഢ മാസാചരണ സമർപ്പണവും വരമഹാലക്ഷ്മി ആചരണവും ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച വിവിധ പൂജാതി കർമ്മങ്ങളോടെ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പെരിയാർ ശ്രീശൈലം ദേവി ക്ഷേത്രത്തിൽ ജൂലൈ 15 ആരംഭിച്ച ആഷാഢമാസാചരണ സമർപ്പണവും വരമഹാലക്ഷ്മി ആചരണവും ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച വിവിധ പൂജാ കലശ ഹോമാദികളോടെ ഭക്ത്യാദരപൂർവ്വം നടന്നു. മാതാശ്രീ ഓം ശ്രീ ശിവജ്ഞാനമായി സരസ്വതി അമ്മയുടെ ജന്മദിനാചരണവും സംയുക്തമായാണ് ആഘോഷിച്ചത്. അഖണ്ഡ ഭാരത സന്ത് സമിതി ദേശീയ അധ്യക്ഷനും ശ്രീശൈലം ദേവി ക്ഷേത്ര തന്ത്രിയുമായ മഹാമണ്ഡലേശ്വർ ഓം ശ്രീ വിദ്യാനന്ദ സരസ്വതി സ്വാമിജിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ചടങ്ങിൽ അഖണ്ഡ ഭാരത സനാതന സന്ത് സമിതി കർണാടക പ്രദേശ് സെക്രട്ടറി ചിങ്കമംഗളൂർ കടൂർ ഭദ്ര രാജ് സ്വാമിജി, അഖണ്ഡ ഭാരത സനാതന സന്ത് സമിതി കേരള പ്രദേശ് ഉപാധ്യക്ഷൻ സുദർശന നന്ദഗിരി സ്വാമിജി, ബ്രഹ്മശ്രീ അരവത്ത് പത്മനാഭ തന്ത്രി എന്നിവരുടെ സാന്നിധ്യം ചടങ്ങിലുണ്ടായിരുന്നു.
ചടങ്ങിൽ വെച്ച് കാസർഗോഡ് ജില്ലയിൽ ഈ വർഷം പത്മശ്രീ ലഭിച്ച സത്യനാരായണൻ ബലേരിയെ ആദരിച്ചു. MP, MLA എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി. മുരളീധരൻ നായരുടെ അധ്യക്ഷതയിലുള്ള സേവാസമിതിയും സ്വർണ്ണലത ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള മാതൃസമിതിയും പരിപാടികൾ ഏകോപിപ്പിച്ചു. ഈ ആളുകളാണ് ചടങ്ങിൽ സംബന്ധിക്കാനായി എത്തിയത്. ബ്യൂറോ, പെരിയ. ഇമ്മാനുവൽ സിൽസിൽ ഓണം പൊന്നോണം ലാഭോത്സവം വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. ഇമ്മാനുവൽ സിൽസിൽ നടന്ന നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനം സിനിമാ സീരിയൽ താരം കലാഭവൻ നന്ദന വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽസിൽ ഓണം പൊന്നോണം ലാഭോത്സവത്തിന്റെ ഭാഗമായുള്ള ദിവസേന നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. ദിവസേനയുള്ള നറുക്കെടുപ്പും ദിവസേനയുള്ള സമ്മാനങ്ങളും കസ്റ്റമേഴ്സിനിടയിൽ ആവേശമായി മാറിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ ആരംഭിച്ച സമ്മാന പദ്ധതിയിൽ നിരവധിയായ ആളുകളാണ് സമ്മാനങ്ങൾ കരസ്ഥമാക്കിയത്. ഇമ്മാനുവൽ സിൽസിൽ നടന്ന നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനം പ്രശസ്ത സിനിമാ സീരിയൽ താരം കലാഭവൻ നന്ദന വിതരണം ചെയ്തു. എല്ലാ വർഷവും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരു വർഷങ്ങളിൽ ഇതേപോലുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എന്നെ വിളിച്ച സന്തോഷ് സാറിനും ബാക്കി മാനേജ്മെന്റ് ടീമിനും എനിക്ക് നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു. ചടങ്ങിൽ CP ഫൈസൽ, PRO മൂത്തൽ നാരായണൻ, ഷോറൂം മാനേജർ സന്തോഷ് ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഒന്നാമത് ഓണകാലമാണ്. ഓണത്തിന് എല്ലാ ആളുകൾക്കും, അതായത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഏത് സാമ്പത്തിക അവസ്ഥയിൽപ്പെട്ടവർക്കും ധൈര്യമായി വന്ന് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ എക്കണോമിക് റേഞ്ചിലായാലും ശരി, അതിന് മുകളിലേക്കാണെങ്കിലും ശരി, എല്ലാ റേറ്റിലുള്ള എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെയിലാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന സമ്മാനങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ നേരുകയാണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഓണം എല്ലാ മാന്യ കസ്റ്റമേഴ്സിനും നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ സമ്മാനം വാങ്ങാൻ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും, നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സാണ് എല്ലാവരും, അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് സമ്മാനങ്ങൾ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൽ റെഗുലറായി എത്തിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സാണ്. അത് വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട്. ചടങ്ങിൽ ജഗത് രതീഷ് പുല്ലൂർ, രജനി PV തൈക്കടപ്പുറം, യാശ്വിൻ ബണ്ടിച്ചാൽ ചട്ടഞ്ചാൽ, രതിക P സുജിത് പനയാൽ, ദേവകിയമ്മ കാൽച്ചാംപൊതി, മാമുനി വിജയൻ തൈക്കടപ്പുറം എന്നിവർ യഥാക്രമം മൈക്രോവേവ് ഓവൻ, സൗണ്ട് ബാർ, TV തുടങ്ങി നിരവധിയായ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU മെട്രോ പാലസ് യൂണിറ്റിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി യൂണിറ്റിലെ മുഴുവൻ തൊഴിലാളികൾക്കും ഓണക്കിറ്റ് നൽകി. ഓട്ടോ തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് M പൊക്ലൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU മെട്രോ പാലസ് യൂണിറ്റിന്റെ ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി യൂണിറ്റിലെ മുഴുവൻ തൊഴിലാളികൾക്കും ഓണക്കിറ്റ് നൽകി. കുന്നുമ്പൽ അഴീക്കോടൻ മന്ദിരത്തിൽ വെച്ച് ഓട്ടോ തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് M പൊക്ലൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലാളി പ്രതിനിധികളുമായി ബന്ധപ്പെട്ടിട്ടല്ല ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്നത്തെ ട്രാഫിക് സംവിധാനത്തിലുള്ള മാറ്റം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഞാനിത് കൂടുതലായി ബന്ധപ്പെട്ടപ്പോൾ എനിക്കും അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഏതായാലും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിച്ച് പോവുക എന്നത് ഇന്നത്തെ കാലത്ത് ഇന്നായാലും നാളെ ആയാലും നമുക്ക് അംഗീകരിച്ച് പോവുക എന്നത് തൊഴിൽ സ്ഥിരക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ കൂലിക്ക് വേണ്ടിയിട്ടും അഹോരാത്രം പണിയെടുത്ത് ജീവിച്ച് പോകുന്ന തൊഴിലാളികളാണ് നമ്മൾ. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു രീതിയിലേക്ക് പോവുക എന്നത് CITUവിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി ദ്രോഹ നടപടി എന്ന് പറയുന്നത് വലിയ തെറ്റൊന്നും ഉണ്ടാകുന്നു. സാധാരണഗതിയിൽ ആര് ഭരിക്കുന്നുണ്ടായാലും ഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം. ചടങ്ങിൽ ഓട്ടോ തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി രാഘവൻ പഴത്തിങ്കാൽ, ഏരിയ വൈസ് പ്രസിഡന്റ് ഫൈസൽ നെല്ലിക്കാട്ട്, യൂണിയൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ സെക്രട്ടറി പ്രമോദ് മണലിൽ എന്നിവർ സംസാരിച്ചു. മെട്രോ പാലസ് യൂണിറ്റ് സെക്രട്ടറി ഷിജു വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് രാഘവൻ എക്കൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓണത്തിന് പൂക്കളമൊരുക്കാൻ തരിശുഭൂമിയിൽ പൂക്കൾ വിരിയിച്ച് കാലിച്ചാനടുക്കത്തെ തീയ സമുദായ സംഘം പ്രവർത്തകർ. കാലിച്ചാനടുക്കത്ത് ഏക്കർ കണക്കിന് തരിശായി കിടക്കുന്ന ഭൂമിയിലാണ് ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിയിച്ച് കാലിച്ചാനടുക്കം ടൗണിന് വർണ്ണവസന്തം വിരിയിച്ചത്.
ഓണത്തിന് പൂക്കളമൊരുക്കാൻ തരിശുഭൂമിയിൽ പൂക്കൾ വിരിയിച്ച് കാലിച്ചാനടുക്കത്തെ തീയ സമുദായ സംഘം പ്രവർത്തകർ. കാലിച്ചാനടുക്കത്ത് ഏക്കർ കണക്കിന് തരിശായി കിടക്കുന്ന ഭൂമിയിലാണ് ചെണ്ടുമല്ലിക പൂക്കൾ വിരിയിച്ച് കാലിച്ചാനടുക്കം ടൗണിന് വർണ്ണവസന്തം വിരിയിച്ചത്. ചെണ്ടുമല്ലി കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് ഉദ്ഘാടനം കോടമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഭൂപേഷ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കാലിച്ചാനടുക്കത്ത് ദീർഘകാലമായി തരിശായി കടന്ന 28 സെന്റ് സ്ഥലത്ത് ഈ സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ, സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പറയില്ലേ, നമ്മൾ അധ്വാനിച്ചാൽ ഏത് മണ്ണിലും പൊന്നു വിളയിക്കാം എന്ന് പറയുന്നത് പോലെ ആ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി നമ്മളെ ചെണ്ടുമല്ലി കൃഷി പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്ന ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. കേരളീയർക്കെല്ലാം ഇന്ന് കേരളത്തിലാകമാനം നമുക്കിന്ന് കർഷക ദിനമായി ആചരിക്കുകയാണ്. തീയ സമുദായ സംഘം സെക്രട്ടറി ടി രാജു സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് എം വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. യുവ കർഷകൻ രാഹുൽ രവീന്ദ്രൻ, കെ അനിത, മിഥുൻ രാജ് മാവുപ്പാടി എന്നിവർ സംസാരിച്ചു. ട്രഷറർ കെ രാജൻ വാളപ്പാടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്രാട ദിന പരിപാടികൾ ഓഗസ്റ്റ് 25 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഉത്രാട ദിന പരിപാടികൾ ഓഗസ്റ്റ് 25 നടക്കും. രാവിലെ 9 മണിക്ക് ക്ഷേത്രസന്നിധിയിൽ ഭക്തിനിർഭരമായ കാഴ്ചക്കുല സമർപ്പണം നടക്കും. രാവിലെ 10 മണിക്ക് യന്ത്ര ആന ഗുരുപുരം അർജുനന്റെ സമർപ്പണം നിർവഹിക്കും. പ്രശസ്ത സിനിമാ താരം റിച്ച ചദ്ദ, ഇരുവിൽ കൃഷ്ണദാസ് വാഴ്ന്നവർ എന്നിവർ ചേർന്നാണ് സമർപ്പണം നിർവഹിക്കുന്നത്. വിഷ്ണു ക്ഷേത്രത്തിലെ ഉത്രാട ദിന പരിപാടി നടക്കുകയാണ്. ഈ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച വിവിധ പരിപാടികളോടുകൂടിയാണ് ഉത്രാട ദിനം ആഘോഷിക്കുന്നത്. രാവിലെ ഭഗവാനെ കാഴ്ചക്കുല സമർപ്പണം, ഭക്തജനങ്ങളുടെ കാഴ്ചക്കുല സമർപ്പണമാണ് ആദ്യത്തെ പരിപാടി. അത് കഴിഞ്ഞ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ആദ്യമായി ഒരു റോബർട്ട് ആനയെ സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവനുള്ള ആനകൾ നമുക്ക് വരുത്തി വെക്കുന്ന പലതരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഒഴിവാക്കുന്നതിനും ഒരു വന്യജീവി സംരക്ഷണ സമിതി എന്ന പേട്ട പോലുള്ള സംഘടനയാണ് നമുക്ക് ആനയെ സമർപ്പിക്കുന്നത്. മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പണ്ട് ആനയ്ക്ക് ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. ജീവനുള്ള ആന വളരെ ഭംഗിയായി വലിയ ആഘോഷങ്ങളോടെ ഉത്സവങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പിൽക്കാലത്ത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആനകളെയൊക്കെ പിൻവലിച്ചു. ആനകളൊക്കെ പിന്മാറുന്ന ഒരവസ്ഥയുണ്ടായി. വടക്കേ മലബാറിൽ പൊതുവെ ക്ഷേത്ര ഉത്സവങ്ങൾക്ക് ആനകളെ ഇപ്പോൾ അധികം ഉപയോഗിക്കാറില്ല. അത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്, അത് ആനയ്ക്കും ഒപ്പം ജനങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് അത് പരമാവധി ഒഴിവാക്കുന്നത്. ഈ സമയത്താണ് നമ്മളിപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പേട്ട എന്ന ആനിമൽ പ്രൊട്ടക്ഷൻ ടീം നമ്മളെ സമീപിക്കുന്നതും. അപ്പോൾ നമ്മൾക്ക് ഒരു ആനയുടെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്തപ്പോൾ അവർ ചില നിർദ്ദേശങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചു. പീറ്റ എന്ന് പറയുന്നത് പീപ്പിൾസ് ഫോർ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ് ആണ്. അത് ഒരു അമേരിക്കൻ സംഘടനയാണ്, അമേരിക്കൻ NGO സംഘടനയാണ്. അമേരിക്കയിലാണ് അതിൻ്റെ ബേസ്. ചടങ്ങിൽ സംസ്ഥാന കർഷക അവാർഡ് നേടിയ കർഷക തിലകം, മികച്ച വനിതാ കർഷക സാവിത്രി കെ മീങ്ങോത്തിനെ ആദരിക്കും. മേളപ്രമാണിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചെണ്ടമേളവും നടക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബംഗാൾ വിഭജനത്തെ എതിർക്കാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി ആലപിച്ച വന്ദേ മാതരഗീതം ഇപ്പോഴെങ്ങനെയാണ് വിലക്കപ്പെട്ട കനിയായതെന്ന് വ്യക്തമാക്കാൻ VD സതീശൻ തയ്യാറാകണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. വന്ദേ മാതര സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ദീർഘകാലമായുള്ള പ്രശ്നങ്ങൾക്ക് ഒരേ വേദിയിൽ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ വോർക്കാടി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച പരാതി പരിഹാര അദാലത്ത് ജനസൗഹൃദ ഭരണത്തിന്റെ മാതൃകയായി. ഓണം വന്നെത്തി, നാടും നഗരവും ഓണാഘോഷ ലഹരിയിൽ.
ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 26-ന് തിരുവോണനാളിൽ 38-ാം കേരള സംസ്ഥാന പൂക്കള മത്സരം സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ചെണ്ടുമല്ലി കൃഷിയിൽ വിജയഗാഥ രചിച്ച് അജാനൂർ CDSലെ സൂര്യകാന്തി, തുളസി, JLG ഗ്രൂപ്പുകൾ. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നൽകിവരുന്ന ഓണക്കിറ്റ് വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഓണക്കിറ്റ് വിതരണം ചെയ്തു. എഴുത്തുകാരി ബേബി കാർത്തികയുടെ നിഴലുകൾ നടന്ന വഴി പുസ്തക പ്രകാശനം നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.